നീർപ്പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് ചന്ദ്രമതി നടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വഴി കാണണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭാമ തന്നെ അതിനുള്ള വഴികളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് സച്ചിനെയാണ് കാണിക്കുന്നത്. സച്ചിൻ നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞത് പ്രകാരം മുത്തശ്ശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, നീ നാളെ തന്നെ രേവതിനെയും കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവളെന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് നിന്റെ കൂടെ ഇവളാണ് പോരേണ്ടത്, വേറെ ആരുമല്ല, ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നടക്കാൻ പോണില്ല, ഞാൻ ഇവളെയും കൊണ്ട് പോകില്ല അച്ഛാന്ന് തീർത്ത് പറയുന്നുണ്ട് സച്ചി. പക്ഷെ മുത്തശ്ശിക്ക് കോള് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ നീ ഇവിടെ എത്തിയിരിക്കണം, അവളെയും കൊണ്ടുവരണം, ഞാനാണ് പറയണേന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും മുത്തശ്ശി എന്ത് പറഞ്ഞാലും സച്ചി അനുസരിക്കും. അങ്ങനെ സച്ചിയും നമ്മുടെ രേവതിയും കൂടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഒരു ടൂറൊക്കെ പോണ പോലെ പോവുകയാണ് നാളത്തെ എപ്പിസോഡിൽ.